ഹലോ, നമ്മുടെ റെയിൽവേയുടെ RRB JEE 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് RRB JEEയുടെ ഒഫീഷ്യൽ വേക്കൻസീസിന്റെ ലിസ്റ്റ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റിലാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിലൊന്നും അപ്ഡേറ്റഡ് ആയിട്ടില്ല. അതിനു മുമ്പ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു PDF വെച്ചിട്ടാണ് നിങ്ങളോട് ഈ വരുന്ന ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും RRB JEEയുടെ വേക്കൻസീസ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് ഇപ്രാവശ്യം ഉണ്ട്. 7951 വേക്കൻസീസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. പ്രത്യേകിച്ചും ഒരു ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് കേന്ദ്ര സർവീസിൽ അല്ലെങ്കിൽ റെയിൽവേസിൽ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം ഇത്രയും വേക്കൻസീസുമായിട്ട് വേറെ ഒരു എക്സാമും RRB അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞവർക്കോ ഡിപ്ലോമ കഴിഞ്ഞവർക്കോ ഇത്രയും നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് കൊണ്ട് ഒരു അവസരമില്ല. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒരുപാട് പേർക്ക് ഒരു പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ പ്രചോദനം തരുന്നതാണ്. അപ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താലോ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി വെബ്സൈറ്റുകളിൽ റെയിൽവേയുടെ വെബ്സൈറ്റ്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു PDF ആയിരിക്കും നമ്മുടെ ദിശ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിലും മറ്റ് പല പ്ലേസസിലും ഇങ്ങനെ ഒരു PDF സർക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ CEN നമ്പർ 3/2024 ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ സൂപ്പർവൈസർ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ ഇത്രയും പോസ്റ്റുകൾക്ക് ചേർന്നിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് 30-ാം തീയതിയാണ്. ഈ മാസം ലാസ്റ്റ് 30/7/2024 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 29/8/2024 ഇൻക്ലൂഡിംഗ് പേയ്മെന്റ് ഓഫ് ഫീസ്. 29-ാം തീയതി, അടുത്ത മാസം 29-ന് മുമ്പ് ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. അതിനു മുമ്പ് എല്ലാ ആൾക്കാരും ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തോളുക. ഇനി ഡേറ്റ് ഓഫ് മോഡിഫിക്കേഷൻ വിൻഡോ, കറക്ഷൻ വിൻഡോ കൊടുക്കാറുണ്ട്. അത് 30/8/2024 മുതൽ 8/9/2024 ഏകദേശം 8 ദിവസത്തോളം ആപ്ലിക്കേഷൻ മോഡിഫിക്കേഷൻ 8-9 ദിവസത്തോളം ആപ്ലിക്കേഷൻ മോഡിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന 30-ാം തീയതിയാണ്. ഇനി പോസ്റ്റുകളുടെ കാര്യം നമുക്ക് നോക്കാം. ഏജ് ലിമിറ്റ്, പോസ്റ്റുകളുടെ കാര്യം, അതുപോലെ എക്സാം പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, ഈ കാര്യങ്ങളാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ പോസ്റ്റുകൾ, 2 പോസ്റ്റുകൾ. ഒന്ന് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരുപാട് വേക്കൻസികളുള്ള ജൂനിയർ എഞ്ചിനീയർ ഡെപ്പോ മെറ്റീരിയൽ സൂപ്പറിൻറ്റൻറ്റ് ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് ലെവൽ 6-ൽ വരുന്ന പോസ്റ്റാണ്. ലെവൽ 7-ൽ വരുന്ന കെമിക്കൽ സൂപ്പർവൈസർ റിസർച്ച് ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ റിസർച്ച്. അപ്പം ലെവൽ 7-ലും ലെവൽ 6-ലും വരുന്ന പോസ്റ്റുകളാണ് വരുന്നത്. ഏജ് ലിമിറ്റിന്റെ കാര്യമാണ് 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 പോസ്റ്റുകൾക്കും 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ദിസ് ഇൻക്ലൂഡ്സ് എ റിലാക്സേഷൻ ഓഫ് 3 years 3 വർഷം ഇൻ ഏജ് ബിയോണ്ട് ദ പ്രിസ്ക്രൈബ്ഡ് ഏജ് ലിമിറ്റ് ആസ് ഓൺ ടൈം മെഷർ ഡ്യൂ ടു COVID-19 പാൻഡമിക്. നമ്മൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻസ് എല്ലാം ALPക്കും ടെക്നീഷ്യനും ഒക്കെ എല്ലാ പരീക്ഷകൾക്കും റെയിൽവേയുടെ എക്സാംസിനൊക്കെ ഒരു 3 വർഷം റിലാക്സേഷൻ കൊടുക്കുന്നതായിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ ഈ ഒരു എക്സാമിനും 3 വർഷം ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് 36 വയസ്സ് വരെയും, OBC കാറ്റഗറി ആണെങ്കിൽ എക്സ്ട്രാ ഒരു 3 വർഷം റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ 39 വയസ്സ് വരെയും, SC STക്ക് ആണെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി വേക്കൻസീസ്, ആദ്യത്തെ പോസ്റ്റ് വേക്കൻസി 17 വേക്കൻസിയാണ്. അത് RRB ഗോരഖ്പൂർ മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റ്, ടോട്ടൽ വേക്കൻസീസ് 7954. ആകെ മൊത്തം 7951 കേട്ടോ. ഇത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. എഞ്ചിനീയറിംഗ് ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇതിനും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനിയും കിട്ടാനില്ല. ഈ ഒരു സമയം തന്നെ പ്രിപ്പയർ ചെയ്തോളുക. ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, നമ്മുടെ ഷെഡ്യൂൾ, നമ്മുടെ സ്കീം ഓഫ് എക്സാമിന് വ്യത്യാസമുണ്ടോ, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ശ്രദ്ധിച്ചോളൂ, സോൺ വൈസ് ഉള്ള വേക്കൻസീസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഫൈനൽ റിസൾട്ട്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആർ നോട്ട് എലിജിബിൾ. അതായത് ബിടെക് ഡിപ്ലോമ റിസൾട്ട് വരാതെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല എന്നാണ് പറഞ്ഞത്. റിസൾട്ട് വന്നു കഴിഞ്ഞവർക്ക് മാത്രം, ബിടെക് ഡിപ്ലോമ ഈ വർഷമാണെങ്കിൽ പോലും കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഇതിന് എലിജിബിലിറ്റി ഉള്ളതെന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം നോർമലി പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പറ്റും. ഏജ് ലിമിറ്റ് പറയുന്നത് ആസ് ഓൺ 1/1/2025 വെച്ചിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ OBC ആണെങ്കിൽ 3 വർഷവും, SC ST ആണെങ്കിൽ 5 വർഷവും റിലാക്സേഷൻ ഉണ്ട്. ഇനി എക്സാം സ്റ്റേജുകൾ 2 സ്റ്റേജുകൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പൊ പഴയ പാറ്റേൺ തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. പഴയ, അതായത് ലാസ്റ്റ് നടന്ന പരീക്ഷയുടെ അതേ പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ 2 സ്റ്റേജ് പരീക്ഷയുണ്ട്. CBT 1
ക്ലിയർ ചെയ്താൽ ഉടനെ CBT 2 എന്ന് പറയുന്ന 2 സ്റ്റേജ് എക്സാം ഉണ്ട്, ഫോളോഡ് ബൈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ. ഇതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ CBT 1നെയും CBT 2നെയും പറ്റിയാണ് പറയുന്നത്. ഇനി നമ്മൾ അറിയേണ്ട എല്ലാവരും നോക്കിയിരിക്കുന്ന മേജർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം പാറ്റേൺ ആണ്. എക്സാം പാറ്റേണിന്റെ കാര്യമാണ്. ഓക്കെ, നമുക്ക് എക്സാം പാറ്റേണിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വേക്കൻസിയുടെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, ആപ്ലിക്കേഷന്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ആ എക്സാം പാറ്റേൺ ആണ്. നോക്കാം. 2 സ്റ്റേജ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റ് വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ്. ആ പോസ്റ്റുകളുടെ കാര്യം നേരത്തെ നമ്മൾ കണ്ടത് തന്നെയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടു, ഏജ് റിലാക്സേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് നോക്കി. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ആർക്കും അത് സംശയം ഉണ്ടാവില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് വേണ്ടിയാണ് RRB ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ നടത്തുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. ബിടെക്, ഡിപ്ലോമ, അത് മറ്റൊരു അനക്സർ എയിലാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റി സംശയം ഉണ്ടെങ്കിൽ അത് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കാണ്. ഏതൊക്കെ ബ്രാഞ്ച് ആണ് തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരുന്ന സമയങ്ങളിൽ നമുക്ക് കാണാം. എക്സാമിനേഷൻ ഫ്രീ എന്ന് പറയുന്നത് നോർമലി റെയിൽവേ ചെയ്യുന്ന പോലെ തന്നെ 500 രൂപ അടയ്ക്കണം. ബാക്കി എക്സാം നിങ്ങൾ ഒന്നാമത്തെ സ്റ്റേജ് എഴുതി കഴിയുമ്പോൾ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഫീസിന്റെ ഡീറ്റെയിൽസ്. ഇനി അറിയേണ്ട കാര്യം എക്സാമിനേഷൻ ഫീ റീഫണ്ടിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് 500 രൂപ അടച്ചവർക്ക് ബാക്കി 400 രൂപ റീഫണ്ട് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. റിസർവേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കുന്നത് മേജർ ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യം എന്താ? നമുക്ക് അറിയേണ്ട കാര്യം എക്സാം പാറ്റേൺ ആണ്. എക്സാം പാറ്റേണിലേക്ക് പോവാം. റിക്രൂട്ട്മെന്റ് പ്രോസസ്. അതെ, റിക്രൂട്ട്മെന്റ് പ്രോസസ് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിയുകയാണെങ്കിൽ വേക്കൻസീസ് ഒക്കെ നോക്കി ഏതൊക്കെ സോണിലാണ് വേക്കൻസീസ് ഉള്ളത്, കോമ്പറ്റീഷൻ കുറവ് എവിടെയായിരിക്കും, ഇതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത പ്രോസസ് എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. റിക്രൂട്ട്മെന്റ് പ്രോസസ് ഷോൾ കംപ്രൈസ് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, CBT 1. അത് പ്യുവർലി നോൺ ടെക്നിക്കൽ ആണ്. പ്യുവർലി നോൺ ടെക്നിക്കൽ പരീക്ഷയാണ്. അതായത് എന്താണെന്ന് ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം. മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, സയൻസ്, ഈ സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റേജ് ആണ് നിങ്ങളുടെ ട്രേഡ് ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ബ്രാഞ്ച്, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇങ്ങനെ നിങ്ങളുടെ ബ്രാഞ്ച് ബേസ് ആയിട്ടുള്ളത് സ്റ്റേജ് 2 വരുന്നത്. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും. ഇങ്ങനെയാണ് 4 സ്റ്റേജ് എന്ന് പറയാൻ പറ്റുന്നത്. അതിൽ തന്നെ ഒന്നാമത്തെ സ്റ്റേജ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കോമൺ എക്സാം ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 എന്ന് പറയുന്നത്, CBT 1. അത് 90 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ. നിങ്ങൾക്ക് വരുന്നത് 100 ചോദ്യങ്ങളാണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് 90 മിനിറ്റ്, 1.5 മണിക്കൂർ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എക്സാം നോൺ ടെക്നിക്കൽ പാർട്ട് നിങ്ങൾ ക്ലിയർ ചെയ്ത് മിനിമം കട്ട് ഓഫ് മാർക്ക് ഓരോ സോൺ അനുസരിച്ചും ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 2 പോകാം. ഇനി എന്തൊക്കെയാണ് സ്റ്റേജ് 1 CBT 1 മാത്സ് സിലബസ് നോക്കിയാൽ, മാത്സ് നമ്മുടെ നോർമൽ NTPC പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, CGL, CHSL പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം കാര്യം, നിങ്ങളൊന്നും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, കാൽക്കുലേഷൻ, കലണ്ടർ ആൻഡ് വർക്ക്, നോർമൽ നമ്മുടെ സിലബസ് തന്നെ. മാത്തമാറ്റിക്സ്, അതുപോലെ രണ്ടാമത്തെ സബ്ജക്ട് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, അതിലും സിലബസിലൊന്നും വ്യത്യാസങ്ങൾ വരുന്നില്ല. സ്റ്റേറ്റ്മെന്റ്, ആർഗ്യുമെന്റ്സ്, അസംഷൻസ് ഉൾപ്പെടെ എല്ലാ ടോപ്പിക്കൽ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉൾപ്പെടെ ഉണ്ട്. പിന്നീട് ജനറൽ അവയർനെസ്, GK നമ്മൾ പഠിക്കുന്നതാണ്. RRBയുടെ NTPC എക്സാമിനും SSCയുടെ മറ്റു പരീക്ഷകൾക്കും ഒക്കെ പഠിക്കുന്ന സെയിം സിലബസ് തന്നെ. അതുപോലെ ജനറൽ സയൻസും ഉണ്ട്. ജനറൽ സയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റെയിൽവേയുടെ പരീക്ഷകൾക്കെല്ലാം തന്നെ സയൻസ് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സയൻസ് സബ്ജക്റ്റും കൂടി സെപ്പറേറ്റ് പറയുന്നുണ്ട്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷനോ, CBT 1 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. മാത്സിൽ നിന്ന് 30 ചോദ്യം, റീസണിങ്ങിൽ നിന്ന് 25 ചോദ്യം, അങ്ങനെ 55 ചോദ്യം മാത്സും റീസണിങ് കൂടി ഉണ്ട്. ജനറൽ അവയർനെസ്, GK എല്ലാം കൂടെ 15 മാർക്ക്. അതേസമയം സയൻസ് മാത്രം 30 മാർക്കുണ്ട്. അതാണ് ഇതിന്റെ ഒരു ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ 100 ചോദ്യങ്ങളാണുള്ളത്. 100 ചോദ്യങ്ങൾ, 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്. 100 മാർക്കാണ് ഒരു ചോദ്യത്തിന്. 1 മാർക്ക് തെറ്റുത്തരമാണെങ്കിൽ 1/4, നെഗറ്റീവ് 1/4 ആണ്. അപ്പൊ ഈ ഒരു എക്സാം പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു കരുതുന്നു. അങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ മിനിമം മാർക്ക് സ്കോർ ചെയ്ത് കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരാം. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് CBT ഇതുപോലെ തന്നെയുള്ളതാണ്. ഡ്യൂറേഷൻ 2 മണിക്കൂർ അല്ലെങ്കിൽ 120 മിനിറ്റ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എക്സാം ക്ലിയർ ചെയ്ത് വരുന്നവർക്ക് രണ്ടാമത്തെ സ്റ്റേജ് പരീക്ഷ ഉണ്ട്. അത് 2 മണിക്കൂറുള്ള പരീക്ഷയാണ്. ആ ഒരു കേസിൽ 150 ചോദ്യങ്ങളും ഉണ്ട്. ഈ 150 ചോദ്യങ്ങളിൽ തന്നെ 100 ചോദ്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വരുന്നുള്ളൂ. നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ സിവിൽ എഞ്ചിനീയറിംഗോ അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചവരായിരിക്കും, പല ട്രേഡ് പഠിച്ചവരായിരിക്കും. അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് രണ്ടാമത്തെ സ്റ്റേജിലെ 100 മാർക്കിന്റെ ചോദ്യം വരുന്നത്, 100 മാർക്സിന്റെ ചോദ്യം. ബാക്കി 50 മാർക്കിന്റെ ചോദ്യം ഇവിടെയും നോൺ ടെക്നിക്കൽ പാർട്ട് തന്നെയാണ്. ഇതാണ് ഈ ഒരു എക്സാമിന്റെ RRB JEയുടെ പണ്ട് മുതലേ ഉള്ള പ്രത്യേകതയാണ്.
അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അപ്പം 150 മാർക്ക് എന്ന് പറഞ്ഞതിനകത്ത് 50 മാർക്ക് വരുന്നത് 50 മാർക്സ് ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ഇങ്ങനെ ABCDE ഡി വരെയുള്ള 4 ടോപ്പിക്കുകൾ ചേർന്നിട്ടാണ് 50 മാർക്ക് വരുന്നത്, 50 മാർക്സ്. പിന്നീട് നിങ്ങളുടെ ട്രേഡ് ബേസ്ഡ് ആയിട്ടാണ് 100 ചോദ്യങ്ങൾ വരുന്നത്, 100 ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങളുടെ ടെക്നിക്കൽ എബിലിറ്റീസ് ആണ്. അത് ഓരോ ബ്രാഞ്ച് വൈസും ഡിഫറെന്റ് ആണ്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാവർക്കും CBT 2 ജനറൽ അവയർനെസ് 15 മാർക്ക്, ഫിസിക്സ് കെമിസ്ട്രി 15 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് 10 മാർക്ക്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ. അപ്പൊ സെക്കൻഡ് സ്റ്റേജിലെ ഫിസിക്സ് കെമിസ്ട്രിയുടെ മാർക്കും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സയൻസ് എന്തുമാത്രം റോൾ ഉണ്ടെന്ന്. ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുന്നതിന് സയൻസ് സബ്ജക്റ്റിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ ടെക്നിക്കൽ എബിലിറ്റീസ് 100 മാർക്കിനാണ്. ഈ പരീക്ഷയ്ക്ക് ടോട്ടൽ 150 ചോദ്യങ്ങൾ, 150 മാർക്കാണ്. ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പറയുന്നുണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവര് പല പല ബ്രാഞ്ചുകൾ ഉണ്ടാവും, മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ, അവരെല്ലാവരും ഇങ്ങനെയുള്ള ഇത്രയും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിച്ച ആൾക്കാരെല്ലാം മെക്കാനിക്കൽ ആൻഡ് അലൈഡിനകത്തായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലും അതിന്റെ കമ്പൈൻഡ് ആയിട്ട് വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് വരുന്നുണ്ട്. ഇനി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇങ്ങനെ തരുന്ന മൂന്നാമത്തതിൽ തന്നിരിക്കുന്നതെല്ലാം ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡിലായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ 4ാമത് കാണാം സിവിൽ എഞ്ചിനീയറിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സബ്സ്ട്രീം, BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓഫ് 3 ഇയർ ഡ്യൂറേഷൻ. ഇതൊക്കെ വരികയാണെങ്കിൽ സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിലായിരിക്കും നിങ്ങൾ പിന്നെ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ CMA അപ്ലൈ ചെയ്യുന്നവർക്ക് BSc കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എല്ലാവരും നോക്കിയിരുന്ന കാര്യങ്ങൾ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇത് പെട്ടെന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നത്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നതനുസരിച്ചിട്ട് സോൺ വൈസ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, ഏത് സോൺ തിരഞ്ഞെടുക്കണം എന്നൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇനി ഈ ഒരു എക്സാമിന് പ്രിപ്പറേഷനെ പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. പ്രത്യേകിച്ചും ഈ ഒരു പരീക്ഷ ബാക്കിയുള്ള എല്ലാ പരീക്ഷയിൽ നിന്നും വ്യത്യാസം വരുന്ന ഒരു പരീക്ഷ. കാരണം ഒന്നാമത്തെ സ്റ്റേജ് ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ പാർട്ട് മാത്രം, മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ഇങ്ങനെ 3 കാര്യങ്ങൾ മാത്രം പഠിച്ച് ക്വാളിഫൈ ചെയ്ത് രണ്ടാമത്തെ സ്റ്റേജിൽ ക്വാളിഫൈ ചെയ്തിട്ട് വേണം ടെക്നിക്കൽ പാർട്ടും നോൺ ടെക്നിക്കലും പാർട്ട് വരുന്ന രണ്ടാമത്തെ സ്റ്റേജ് എഴുതാൻ. അപ്പൊ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ ഒരു പരീക്ഷ എങ്ങനെ ക്ലിയർ ചെയ്യണം എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ചും എല്ലാവരോടും പറയാനുള്ള അഡ്വൈസ്, നിങ്ങൾ ടെക്നിക്കലി സൗണ്ട് ആണെങ്കിൽ നോൺ ടെക്നിക്കൽ നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റേജ് 1 ക്വാളിഫൈ ആവില്ല. കാരണം നിങ്ങൾക്കറിയാം ബിടെക്കും ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ NTPC പോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നറിയാം. അപ്പൊ അവർക്ക് RRB JEE ടയർ 1 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും. അവർ ഇത്രയും നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ടെക്നിക്കൽ മാത്രം പഠിച്ച് കുറേയൊക്കെ സൗണ്ട് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും RRB JEE ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നോൺ ടെക്നിക്കൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഇനിയുള്ള സമയം ടെക്നിക്കൽ നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ നോൺ ടെക്നിക്കൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതേസമയം നോൺ ടെക്നിക്കൽ നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ ടെക്നിക്കൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ദിശ അക്കാഡമി കംപ്ലീറ്റ് പാക്കേജ് എടുത്തു പറയട്ടെ. RRB JEE CBT 1 CBT 2 അടങ്ങുന്ന കംപ്ലീറ്റ് പാക്കേജ് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കേരളത്തിൽ മറ്റൊരു സ്ഥാപനങ്ങളും ക്ലിയർലി ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് CBT 1 CBT 2 നിങ്ങൾക്ക് കോച്ചിങ് തരുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് CBT 1 CBT 2 അടങ്ങുന്ന കംപ്ലീറ്റ് ഓൺലൈൻ കോഴ്സസ് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ CBT 1 നോൺ ടെക്നിക്കൽ ടോപ്പിക്സും CBT 2 ടെക്നിക്കൽ ടോപ്പിക്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക. ഓക്കെ, അപ്പൊ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.